എനിക്കത് വേണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കത് കിട്ടണം. ഞങ്ങൾക്ക് 10 പൈസ സഹായിക്കാനോ ആരുമേതും ഇല്ല. ഈ റോഡ് വഴിക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ എടുത്ത് ചുമ്മാ പട്ടികളെ കളിയാക്കുമ്പോൾ കളിയാക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥന്മാര് എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ ഞങ്ങൾ കാണിക്കും. ഞങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ, ഞങ്ങൾ കോളനിയിൽപ്പെട്ട ആളുകളായതുകൊണ്ടാണ് ഞങ്ങളോട് ഇങ്ങനെയുള്ള അവഗണന കാണിക്കുന്നത്. പോകാൻ വേറെ ഇടമില്ല. ഒന്നുകിൽ ദുരന്ത ഭൂമിയിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ ഈ സമരപ്പന്തലിൽ കിടന്ന് മരിക്കണം. അടിമാലി ലക്ഷംവീട് നഗറിലെ മണ്ണിടിച്ചിൽ ദുരന്തബാധിതർ ഇന്ന് കണ്ണീരോടെ ചോദിക്കുന്നത് നീതിയാണ്. വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ട 9 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം അനുവദിച്ചപ്പോൾ റെഡ് സോണിൽ കഴിയുന്ന മറ്റ് 17 കുടുംബങ്ങളോട് അപകട മേഖലയിലേക്ക് തന്നെ മടങ്ങിപ്പോകാനാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. വാടക നൽകാമെന്ന വാഗ്ദാനവും ലംഘിക്കപ്പെട്ടതോടെ കുഞ്ഞുങ്ങളുമായി എങ്ങോട്ട് പോകുമെന്നറിയാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമാക്കി നിൽക്കുകയാണ് ഈ മനുഷ്യർ. ഞങ്ങളെ റെഡ് സോണിൽ പെടുത്തി ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചതാണ്. ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഇവരിറക്കി വിട്ടതാണ്. വീണ്ടും ഞങ്ങളെ ഇങ്ങോട്ട് പുനരധിവസിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കം. അതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും. കടുത്ത സമരത്തിലേക്ക് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ എല്ലാ ആളുകളായിട്ടും സംസാരിച്ച് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാൻ ഞങ്ങൾ എല്ലാ ഓഫീസിലും ദിനം പ്രതി കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയായിട്ടും ഇത് എന്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു, ഞങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ഞങ്ങളെ ഇങ്ങനെ അവഗണിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ അതിനെതിരെ ഞങ്ങളൊരു പ്രതിഷേധത്തിന് ഇറങ്ങി ഞങ്ങളിത് നേടിയെടുക്കാതെ ഇനി ഞങ്ങൾ ഇതിൽ പിന്മാറില്ല. ഇല്ല, ഞങ്ങളിപ്പോ നിലവിൽ റെഡ് സോണിലാണ് ഞങ്ങളുടെ വീടുകൾ ഇരിക്കുന്നത്. അതേ തുടർന്നാണ് ഞങ്ങൾ ഇവിടുന്ന് വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടുന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. വീണ്ടും ഞങ്ങളെ റെഡ് സോണിലേക്ക് തന്നെ പുനരധിവസിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ ഈ ഭീതി ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം ഞങ്ങൾ ഇനി ഒരിക്കലും ഇവിടെ വന്ന് താമസിക്കാൻ ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. ഞങ്ങൾ വരികയില്ല. മണ്ണിരമ്പിയെത്തിയ ഒരു രാത്രിയിലാണ് അടിമാലി ലക്ഷംവീട് നഗറിലെ ഈ മനുഷ്യരുടെ ജീവിതം തകിടം മറിഞ്ഞത്. സർക്കാരിന്റെ കണക്കിൽ വീട് പൂർണ്ണമായും തകർന്നത് 9 കുടുംബങ്ങളുടേതാണ്. അവർക്ക് പുനരധിവാസത്തിനായി 10 ലക്ഷം രൂപ വീതം അനുവദിച്ചു. എന്നാൽ ഇനിയൊരു ചെറിയ മഴ പെയ്താൽ പോലും തകർന്നു വീഴാവുന്ന, ജീവൻ പണയപ്പെടുത്തി മാത്രം കഴിയാൻ പറ്റുന്ന റെഡ് സോണിൽപ്പെട്ട മറ്റ് 17 കുടുംബങ്ങളോട് അധികൃതർ പറയുന്നത് അതേ മരണക്കെണിയിലേക്ക് തന്നെ തിരികെ പോകാനാണ്. എൻ്റെ വീടാ പോയി കിടക്കണം. ഞങ്ങൾ 3 എണ്ണമുണ്ട്. എൻ്റെ മോനും ഞങ്ങൾ 2 എണ്ണം ചോഗികളാ. 80 വയസ്സ് ഈ മനുഷ്യനൊക്കെ ഉണ്ട്. 76 വയസ്സ് എനിക്കുണ്ട്. ഞങ്ങൾക്ക് യാതൊരു വരുമാനമില്ല. ആകെ ഉള്ളത് ആ കിടക്കണ വീടാണ്. എനിക്കത് വേണം. മരിക്കുന്നതിന് മുമ്പ് എനിക്കത് കിട്ടണം. ഞങ്ങൾക്ക് 10 പൈസ സഹായിക്കാനോ ആരുമേതും ഇല്ല. ഈ റോഡ് വഴിക്ക് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും ഇച്ചിരി പൈസ തന്നത് കൊണ്ടാണ് അത് സ്വരുക്കൂട്ടി വെച്ച് ആണ് ഞങ്ങളിപ്പോൾ വാടക കൊടുക്കുന്നത്. 7500 രൂപ വാടക ഞങ്ങൾ മാസം ഉണ്ടാക്കണം. ഞങ്ങൾ 2 എണ്ണം രോഗികളാണ്. നാളെ ഈ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ടത് മനുഷ്യനായിരിക്കണേ. നാളെ അഡ്മിറ്റ് ആവേണ്ട മനുഷ്യനായിരിക്കണേ. ഇത് സോഡിയം കുറഞ്ഞു പോവുക, ക്രിയാറ്റിൻ കുറഞ്ഞു പോവുക, ഷുഗർ കുറഞ്ഞു പോവുക. അനക്കം ഇല്ലാതെ ഇന്ന് മിനിഞ്ഞ 2 ദിവസം ആശുപത്രിയിൽ കിടന്നു. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. സ്വന്തം മണ്ണിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞപ്പോൾ അധികാരികൾ നൽകിയ ഒരു ഉറപ്പുണ്ടായിരുന്നു. പുതിയ വീടാക്കുന്നതുവരെ വാടക നൽകുമെന്ന്. എന്നാൽ ആ വാഗ്ദാനവും ജലരേഖയായി. കഴിഞ്ഞ 4 മാസമായി വാടകത്തുക കുടിശ്ശികയാണ്. കടം വാങ്ങി വാടക കൊടുക്കാനും വഴിയില്ല. അതോടെയാണ് ഈ മനുഷ്യർക്ക് സമരപ്പന്തൽ അഭയകേന്ദ്രമാക്കേണ്ടി വന്നത്. ഇപ്പൊ ഞങ്ങൾ കിടക്കുന്ന വീടിന് 10000 രൂപയാണ് വാടക. ഞങ്ങൾക്ക് ആ വീടിന്റെ ഉടമസ്ഥ ഞങ്ങൾക്ക് 2000 രൂപ കുറച്ച് തന്നു. ഞങ്ങളുടെ കഷ്ടപ്പാട് മരുന്ന് മേടിച്ചോളാൻ പറഞ്ഞാൽ തന്നേക്കണം. ബാക്കി 7500 ഞങ്ങൾ കൊടുക്കണം. അത് കൊടുക്കാൻ 4 മാസമായിട്ട് കിട്ടുന്നില്ല. അവിടുന്ന് വാടക ഇട്ടാലേ പറ്റുള്ളൂ. ഞങ്ങൾ എടുത്ത് ചുമ്മാ പട്ടികളെ കളിയാക്കുമ്പോൾ കളിയാക്കാൻ മാത്രമേ ഉദ്യോഗസ്ഥന്മാര് എന്തൊക്കെ കാണിക്കാവോ അതൊക്കെ ഞങ്ങൾ കാണിക്കും. പോരെ, കളക്ടർ സാറാണെങ്കിൽ അതിലും വലിയ കളക്ടർ സാർ ബാക്കി സ്കൂളിൽ പൊക്കോ, സ്കൂളിൽ നിന്ന് പോയി നിങ്ങൾ പൊക്കോ, നാളെ സ്കൂൾ തുറക്കാനുള്ളതാണ്, നിങ്ങൾക്ക് കിടക്കാനുള്ള കിടപ്പാട് ഞങ്ങൾ തരാം, വീട് തരാം, കിടപ്പാടും തരാന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നടക്കിട്ടു. ഇത്രയും നാളായിട്ട് ഇപ്പൊ 6-7 മാസത്തോളായിട്ട് ഇതുവരെയായിട്ടും കളക്ടർ സാറ് ഒരു തീരുമാനവും ഇല്ല, വാടകയും കിട്ടണില്ല. ഞങ്ങൾ 2-3 തവണ പോയതാ. മുതിർന്നവരും പിഞ്ചുകുഞ്ഞുങ്ങളും അടങ്ങുന്ന 17 കുടുംബങ്ങളാണ് സമരപ്പന്തലിൽ നീതി തേടുന്നത്. ഒന്നുകിൽ മരണം കാത്ത് റെഡ് സോണിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ തെരുവിൽ അലയണം. അധികാരികളുടെ കണ്ണു തുറക്കാൻ ഇനിയൊരു ദുരന്തം കൂടി വേണമെന്നാണോ എന്നാണ് ഇവരുടെ ചോദ്യം.
പട്ടിണി കടന്ന് സമരം ചെയ്തതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഇ-കെ-കെ കമ്പനിക്കാർ പൈസ തന്നത്. പക്ഷേ ഇ-കെ-കെ കമ്പനിക്കാരന് 4 നാട് മേടിക്കാനുള്ള പൈസയും പണവും ഉണ്ട്. ഈ കലക്ടർ പറഞ്ഞാൽ ഉത്തരവിട്ടാൽ അവർക്ക് ഞങ്ങൾക്ക് മേടിക്കാനുള്ള ഈ തുച്ഛ പൈസ അവരെ കൊണ്ട് മേടിച്ചു തരാൻ പറ്റൂലേ? അപ്പൊ ഈ വാഗ്ദാനങ്ങളും ഞങ്ങൾക്ക് ഇത് പാലിച്ചു തരുന്നില്ല. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഈ വാഗ്ദാനം പാലിച്ചു തരുന്നവരെ ഞങ്ങളുടെ വീടും സ്ഥലവും ഇവർ തന്നെയാണ് നശിപ്പിച്ചു കളഞ്ഞത്. അപ്പൊ അതിനുള്ള വാഗ്ദാനം പാലിച്ചു തരുന്നവരെ ഞങ്ങൾ ഈ സമരത്തിൽ നിന്നും പിന്മാറില്ല. ഏത് ഉദ്യോഗസ്ഥർ വന്ന് ഇനി ഞങ്ങൾക്ക് വാക്ക് തന്നാലും ഞങ്ങൾ ഇതിന് പിന്മാറില്ല. ഞങ്ങൾക്ക് ഇത്ര മാസത്തിനുള്ളിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ വീട് സ്ഥലവും കണ്ടെത്തി തരുന്നവരെ ഞങ്ങൾ ഇതിന് മാറില്ല എന്ന് വെച്ചാൽ മാറില്ല. അതാണ് ഞങ്ങളുടെ തീരുമാനം. അധികാരികൾ ചുവപ്പ് നാടുകളിൽ ന്യായം തിരയുമ്പോൾ ഇവിടെ ഇല്ലാതാകുന്നത് ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശമാണ്. സമരത്തിൽ അവർ പറഞ്ഞത് പൈസ ഒക്കെ തരാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു വച്ചത്. പിന്നെ ഞങ്ങൾ വിചാരിച്ച ഒരു പൈസ തരുമായിരിക്കും വിചാരിച്ച അതീതം ഒഴിഞ്ഞു അറിയും. പിന്നെ അവര് കുറേ വർഷങ്ങൾ കടന്നു പോകുന്ന എനിക്ക് തോന്നി. പിന്നെ കുറേ ദിവസങ്ങൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കും. ഇനി പറ്റിച്ച് അവിടെ വരെ എത്തുന്നത് ഞങ്ങൾക്കൊരു പ്രതീക്ഷയാണ് തോന്നുന്നത്. പ്രതീക്ഷ കൊണ്ട് അവരെന്നെ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ തരാം എന്നൊക്കെ അവരെന്നെ പറഞ്ഞു. ഈ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് മുന്നിലെങ്കിലും അടിയന്തര ഇടപെടൽ ഉണ്ടാക്കേണ്ടതുണ്ട്. സ്പോട്ട് റിപ്പോർട്ടിൽ ക്യാമറമാൻ അനുമോദിനൊപ്പം പൂജ.